ഹായ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ, കുറെ നാളായി ഞങ്ങൾ വ്ലോഗ് ചെയ്തിട്ട്. നമ്മളിപ്പോ വീഡിയോ ഒക്കെ കുറെ നാളായി ചെയ്തിട്ട്. അപ്പം ഇന്ന് എന്തുവാ നമ്മുടെ ഒരു കൊച്ചു വ്ലോഗാ. എന്തുവാ ലച്ചു പീഡിയോയിൽ പോവുക. ലച്ചു എവിടെ പോവുക? പീഡിയോ എന്ന് പറയണ്ട കേട്ടോ. അത് നമ്മൾ റിക്രിയേഷൻ ക്ലബ് എന്ന് പറഞ്ഞാൽ ഡാഡുവിനെ ഡ്രോപ്പ് ചെയ്യണം അല്ലേ? ഡാഡുവിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മള് ഞാനല്ലേ പോണം. കൂടെ പറഞ്ഞോണം, അല്ല ഞാൻ ചോദിക്കേണ്ടി വരായിരുന്നു ഇങ്ങനെ. ഡ്രോപ്പ് ചെയ്തിട്ട് ലച്ചുവിന്റെ ക്ലബിൽ പോയിട്ട്, ഹൽഹാമല ക്ലബിൽ പോയിട്ട് ലച്ചുവിന്റെ കുറെ പോട്ടറി സാധനങ്ങളുണ്ട്. പോട്ടറി പഠിക്കാൻ പോയതിന് അതെടുക്കാൻ പോവുക. ഞാനിപ്പോ വലിയ പുള്ളിയായി. നമ്മള് ഡ്രൈവറിനൊക്കെ അപ്പോയിന്റ് ചെയ്തു, നമ്മൾ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും. അത് കൊറേ നാളായി ഡ്രൈവറിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. എന്നെ ഇന്നാണ് ഇറക്കുന്നത്. എത്ര ദിവസമായിപ്പം വണ്ടി ഇട്ടും വന്ന് നമ്മൾ എത്ര ദിവസമായിട്ട്? 2-3 ദിവസം, 5 ദിവസമായില്ലോ. ഒരാഴ്ച എടുക്കും അമ്മയാ. ഇയാളുടെ വണ്ടി കഴുകാൻ സമയമായി കേട്ടോ. ഞാൻ ഇന്ന് കഴുകാം. അയ്യോ, നിങ്ങളുടെ വണ്ടി എടുത്തിട്ടില്ലേ അകത്ത്? ഇയാളെ പുറത്തേക്ക് ഞാൻ വന്നിട്ട് വണ്ടി മാറ്റും. കാരണം ഞാൻ വരുമ്പോ മറ്റേ വണ്ടി പുതിയ ലുല്ലു വന്നു ഇവിടെ. പുതിയ ലുല്ലു ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ലച്ചു? ലച്ചുന് ഓടിപ്പോകാൻ വേണ്ടി ലച്ചുവിന്റെ കൊച്ചിലെ ലച്ചുവിനെ എവിടെ ആര് ചോദിച്ചാൽ എവിടെ പോകുന്നു ലച്ചു ചോദിച്ചാൽ ലച്ചോണ്ട് എല്ലാം ഉണ്ട്. മോളായിട്ടുണ്ട്. ആ ഫ്ലോർ മാത്രം എടുത്താണ്. അവർക്ക് നല്ല ഇതല്ലടോ. ലുല്ലു കയറി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം അവർക്ക് വേറെ ആരെയും തപ്പി കിടക്കണ്ട. ഈ ഇഷ്ടം പോലെ ആള് ലുല്ലു ഉള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ തുടങ്ങും. മനസ്സിലായി? അപ്പൊ വേറെ ഔട്ട്ലെറ്റ്സിലൊക്കെ ഇതിനകത്ത് ആള് കാണും. ഇവരാണ് ലുല്ലു ബിസിനസ് ചെയ്യുന്നത്. അവര് അത് ഈ മോളങ്ങ് മേടിക്കും, എന്നിട്ട് പിന്നെ അവരൊന്ന് സ്വന്തമായിട്ട് ബിസിനസ്. അത്ര വലിയ സ്ഥലമല്ലല്ലോ മോളായിട്ട്. മോള് വലുതാ, പക്ഷെ സ്ഥലം അത്ര വലുതല്ല. നമ്മുടെ ആവന്യൂസ് പോലെയല്ല. തിരിച്ചു വരും. നമ്മള് സാധനം പോയി എടുക്കാൻ വരിക, ഉടനെ വരും. തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ ഒന്ന് വിളിക്കണേ നിങ്ങൾ. അരമണിക്കൂർ എടുക്കും. വരുന്ന വഴി വീട്ടിലോട്ട് എടുക്കാൻ വിളിക്കാനാ? വീട്ടിലോട്ട് എടുക്കാനോ ഞാൻ ചോദിച്ചത്. എനിക്ക് വല്ല ഡോണറ്റ്സ് വാങ്ങിച്ചോണ്ട് പോവാ വരിയല്ല. വിളിക്കാൻ പറ്റണ്ട. ടാക്സി പിടിച്ചിരുന്ന ലാഭം. ഡോണറ്റ്സ് വാങ്ങിച്ചിരുന്നേക്കാളും എനിക്ക് ടാക്സി പിടിച്ചിരുന്ന ലാഭം. നിങ്ങളുടെ സഹായം ആവശ്യമില്ല നിലവിൽ. നടന്നു വന്നാ മതി. നടന്നു വരുന്നതിന് എനിക്ക് ടാക്സി പിടിച്ചു വരാം. ഇവിടെ നിർത്തിയാൽ നിങ്ങൾ പാർക്കിംഗിന്റെ അടുത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ അമ്മയ്ക്കും മോക്കും ബൈ ബൈ, കാണാം. ഇറങ്ങിക്കോ. വണ്ടി പറഞ്ഞു ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇപ്പഴത്തെ സൈഡിൽ നിന്ന് ഇറങ്ങാഞ്ഞത് ഇല്ല, ഒന്നുമില്ല. ഫോൺ ബസ് ഗ്യാപ്പ് ഉണ്ടാകുന്നല്ലോ. അല്ല, അത് പോട്ടെ, വണ്ടികൾ വരുമോ അവിടെ? ഞാൻ അവര് പോട്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. നമുക്ക് സമാധാനത്തിൽ പോയാൽ മതിയല്ലോ. ധൃതിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ കാർഡെടുക്കും, ചിലപ്പോൾ ചോദിക്കും. ചില സമയത്ത് ചോദിക്കും. ഇവിടെ ഇപ്പൊ ചോദിക്കത്തില്ല. ഇപ്പൊ ചോദിക്കത്തില്ല. ഓപ്പൺ ചെയ്തിട്ടേ വരയ്ക്കില്ലേ ഗേറ്റ്. വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും ഓഫീസിൽ നിന്ന് വരുന്ന, സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയമാണ്. 32, 33, 35 അടുത്തെത്തിയപ്പോൾ. 40 അല്ലേ ഇവിടെ സ്പീഡ് ലിമിറ്റ്? എനിക്ക് ഓർമ്മയില്ല. സ്റ്റാർട്ട് ചെയ്തില്ല, എന്നാലും തണുപ്പ് ചൂടൊന്നും കുറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണുമോ നിന്റെ സാധനം?
അവിടെ ഇരിപ്പുണ്ടോ? ഒന്നുണ്ട്. വെള്ളം പോയതിന്റെ കൂടെ വെള്ളം പോവാ? ഹോളുണ്ടോ? ഉണ്ട്. നോക്കട്ടെ. ഓ, അകത്ത് മേടിച്ചിരിക്കുന്നില്ലേ? ആ, ജസ്റ്റ് ഷോയ്ക്ക് വെക്കാന്നേ ഉള്ളു. ഹോള്, നല്ല ഹോളുണ്ട്. ആരും വന്നില്ലടാ, കുറച്ചുപേര് വന്ന് എടുത്തേക്കുന്നില്ലേ? ഇത് മറ്റേത് പെയിന്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാ. ക്ലേ അല്ലയോ അത്? ക്ലേ അല്ല, ഇത് ക്ലേ ആണ്. ഇത് എർത്ത് ക്ലേ, ഇത് സ്റ്റോണാ. ഇതൊക്കെ നിങ്ങളുടെ ടൂൾസ് ആണെന്നല്ലേ? സാധനം എടുത്ത് നമുക്ക് പോയെങ്കിലോ? ഇത് കാണിക്കുന്നുണ്ട്, ഏറ്റവും നല്ല പീസ് കാണിക്കും. ഉണ്ടാക്കിയ 2 പോട്ടറി സാധനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരു സണ്ണിനെ എടുക്കാൻ പറ്റൂടി? അല്ല, സണ്ണ് ഡിസപ്പിയർ ആയിപ്പോ. ഒബ്വിയസ്ലി സണ്ണ് വരത്തില്ലേ? അല്ല, അത് കിഡ്നി എടുക്കുന്നുണ്ടോന്ന് അറിയാനാ ചോദിച്ചത്. റിവേഴ്സ് എടുക്കും. കിട്ടുന്നുണ്ടോ? വെള്ളച്ചാട്ടം. ഞാൻ ഈ മാസ്കറ്റ് വന്നപ്പോ ഏറ്റവും ആദ്യം ഇത് എന്തൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ മനസ്സിലാകുന്നത് ഇത് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ഒരു നല്ല ബ്രേക്ക് ഒക്കെ പിടിച്ചിങ്ങോട്ട് വന്നത് ലച്ചുവിന്റെ പോട്ടെല്ലാം കൂടി ചരിഞ്ഞ്, പോട്ടറി പഠിക്കാൻ പോയ പോട്ടെല്ലാം കൂടി ചരിഞ്ഞ് താഴെ കിടപ്പുണ്ട്. പൊട്ടിയോന്ന് ദൈവത്തിനറിയാം. ദേവുവിന് ലച്ചുവിന് ദേഷ്യം കയറിയിരിക്കും അല്ല ലച്ചു? ഞാൻ നല്ല സ്പീഡിലായിരുന്നു പറഞ്ഞിട്ട്. നല്ല ഓടിഞ്ഞെങ്കിൽ ഇന്ന് എന്റെ കൊലയാണ്. വണ്ടി അകത്തിടണ്ടെന്നല്ലേ ഡാഡു പറഞ്ഞത്? പുറത്തിട്ടാ മതി എന്നല്ലേ? താഴെയാണോ? ഒന്നും പറ്റിയില്ല? സന്തോഷോ? ഒന്നും പറ്റില്ലാന്ന്? അല്ല, ഞാൻ ചോദിച്ചു. ഞാൻ ആ സൗണ്ട് കേട്ടപ്പോ ഭയങ്കര സന്തോഷായിട്ട്. ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല. മറ്റേതോ? മറ്റേതൊന്നും പറ്റില്ല. അതിന് ഹാൻഡിൽ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പേടി. ഇല്ല, ഒന്നും പറ്റിയില്ല. ഹാൻഡിലൊന്നും പറ്റിയില്ലല്ലോ? ഞാൻ വെച്ച ഹാൻഡിൽ ചിലപ്പം പൊട്ടിക്കാണോന്ന്. അത്ര ഹാൻഡിൽ പൊട്ടിയിരിക്കുന്ന പോലെ വെച്ചപ്പോ തന്നെ അത് ശരി. ഹോലായി. അത് കുഴപ്പമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. ശരി, നമുക്ക് വീട്ടിലോട്ട് പോവാം.